വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഷിയോമിയുടെ Mi11 ലൈറ്റ് എന്ന് പറയുന്ന മോഡലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫെദർ വെയ്റ്റ് ഡിസൈൻ, എലഗൻറ്റ് ആൻഡ് സ്ലിക്ക്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ഒരു ട്രാൻസ്പെറൻറ്റ് TPU കേസ്, ടൈപ്പ് സി ചാർജിങ് കേബിള്, 33 വാട്ട്സിൻ്റെ ചാർജർ, ഫാസ്റ്റ് ചാർജർ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, സോ അതിൻ്റെ കൺവേർട്ടർ ഉണ്ട്. 3.5mm ടു ടൈപ്പ് സി കൺവേർട്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൽ ബോക്സിന് പുറത്ത് എഴുതിയത് ഫെദർ വെയ്റ്റ് ഡിസൈൻ എന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. വെറും 6.8mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും വളരെ സ്ലിമ്മാണ്, വളരെ 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 സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. ശരിക്കും ഇപ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ അൺബോക്സ് ചെയ്തതിൽ വെച്ച് ഏറ്റവും സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ് ഈ Mi11 ലൈറ്റ്. എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ഓപ്പൺ ചെയ്യാം. നമ്മുടെ മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആണ്. 157 ഗ്രാം, 157 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിറകിലെ സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് മെറ്റീരിയലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു അടിപൊളി ക്യാമറ മൊഡ്യൂൾ തന്നെ ഉണ്ട്. 3 ക്യാമറയും ഫ്ലാഷാണ് ഇവിടെ ഉള്ളത്. ഇനി സൈഡ് ഭാഗത്ത് വലത് ഭാഗത്ത് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ പ്ലസ് പവർ ബട്ടൺ ഉണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. താഴെ ഭാഗം നോക്കുമ്പോൾ ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഉണ്ട്, മൈക്ക് ഉണ്ട്, ഇവിടെ സ്പീക്കർ ഗില്ല് കാണാം. കൂടാതെ ഇവിടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ സിം കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇനി മുകളിലത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ മൈക്കും IR ബ്ലാസ്റ്റർ ഉണ്ട്. ഇത്രയാണ് ഡിസൈനിൽ നോക്കുകയാണെങ്കിൽ. ഇതൊരു ഗ്ലാസ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ നമുക്ക് പിറകിൽ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പം വിത്തൗട്ട് കേസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് നല്ലോണം നമുക്കിതിൽ തെളിഞ്ഞ് കാണും. 3 കളേഴ്സിലാണ് ഈ ഫോൺ നിലവിൽ ഇറങ്ങുന്നത്. ബോബ ബ്ലാക്ക്, പീച്ച് പിങ്ക്, ബബിൾ ഗം ബ്ലൂ. പറയാൻ തന്നെ വളരെ ടഫാണ്. എനിവേ ബ്ലാക്ക്, പിങ്ക്, ബ്ലൂ ഈ 3 കളേഴ്സിലാണ് Mi11 ലൈറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ 8GB + 128GB മെമ്മറി വേർഷനിൽ ഇറങ്ങുന്നത് 5G വേരിയൻ്റ് ആണ്. 6GB + 128, 6GB + 64GB മെമ്മറി വേരിയൻ്റ് ആണ് 4Gയിൽ ലഭ്യമാവുക. Mi11 ലൈറ്റ് വരുന്നത് ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതായത് ഡ്യുവൽ നാനോ സിം കാർഡ് 4G അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡ് എന്നുള്ളതാണ്. 3 കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ ലഭ്യമല്ല. കൂടാതെ ഇതിന് 4G വേർഷനും 5G വേർഷനും ഗ്ലോബലി അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 4G വേർഷനാണ്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ MOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 90 Hz ആണ് ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് വരുന്നത്. 240 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. കൂടാതെ ഇതിന് HDR10 സപ്പോർട്ട് ഉണ്ട്. കൂടാതെ കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഡിസ്പ്ലേക്ക് വരുന്നത്. കൂടാതെ ഇതിൽ പഞ്ച് ഹോൾ ക്യാമറ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. ടോട്ടലി നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ ഷാർപ്പായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടാകുന്നുണ്ട്, ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓവറോൾ നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Mi11 ലൈറ്റ്. Mi11 ലൈറ്റിൽ വരുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 732G എന്ന് പറയുന്ന ഒക്ടാ കോർ പ്രോസസ്സറാണ്. 2.3 ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. 8 നാനോമീറ്റർ ചിപ്സെറ്റാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ചിപ്സെറ്റിൽ നിന്നും പ്രതീക്ഷിക്കാം. Android 11 ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ വരുന്നത്. കൂടാതെ ഇവരുടെ തന്നെ MIUI വേർഷൻ വരുന്നത് 12.0.3 ആണ് Mi11 ലൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4250 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു ബാറ്ററി പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ 33 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഈ ബാറ്ററി ഫുള്ളാകുന്നതാണ്. Mi11 ലൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റീരിയോ സ്പീക്കറാണ്. ഇവിടെ താഴെയുള്ള ഗ്രില്ലിലും കാണാം, ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പീക്കറും കാണാം. അങ്ങനെ സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു എബോവ് ആവറേജ് സ്പീക്കർ എന്ന് തന്നെ പറയാം. കാരണം അത്യാവശ്യം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് സ്പീക്കർ ഓണാക്കുമ്പോൾ അത്യാവശ്യം ആ ഒരു ഫീല് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഒരു ബാസും അല്ലെങ്കിൽ ഒരു വൈബ്രേഷനൊക്കെ നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ തന്നെയാണ് ഈ Mi11 ലൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Mi11 ലൈറ്റിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എത്ര ഫാസ്റ്റ് ആണെന്ന്.
വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് ലോക്ക് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. അപ്പം അത് ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വളരെ ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടും തന്നെ MI11 ലൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. MI11 ലൈറ്റിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ പിറകിൽ 3 ക്യാമറയാണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും കൂടാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ പെർഫോമൻസും ഫോട്ടോ പെർഫോമൻസും ഈ ഫോണ് നൽകുന്നുണ്ട്. ഞാൻ 1-2 ഫോട്ടോസും സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഇതിൻ്റെ കൂടെ ചേർക്കാം. ഒന്നും എഡിറ്റഡ് അല്ല, എങ്ങനെയാണോ ഫോണിൽ നിന്ന് എടുത്തത് അതേപോലെ ഞാൻ ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എത്രത്തോളം നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് വീഡിയോസാണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ടായി ലഭിക്കുന്നത് എന്ന്. MI11 ലൈറ്റിൽ എടുക്കുന്ന 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ ആണിത്. ഇപ്പോൾ 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം ക്വാളിറ്റി. അപ്പോൾ കയ്യിലാണുള്ളത്. സ്റ്റെബിലൈസേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം, അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു വിഷ്വൽ തന്നെയാണ്, ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലാണ് എനിക്ക് വ്യൂ ഫൈൻഡറിലൂടെ കാണുന്നത് ഡിസ്പ്ലേയിൽ ഫോണിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നോക്കുക. പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതും പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഫോട്ടോസ് തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഓവറോൾ ഫ്രണ്ട് ക്യാമറയോ അല്ലെങ്കിൽ പിറകിലെ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടാതെ നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീഡിയോ സാമ്പിൾസ് അല്ലെങ്കിൽ ഫോട്ടോ സാമ്പിൾസ് കൂടി നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് എത്രത്തോളം നല്ല രീതിയിലുള്ള ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നത്. MI11 ലൈറ്റിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു രക്ഷയില്ല കേട്ടോ, വളരെ നല്ല രീതിയിലുള്ള ഗ്രാഫിക്കാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റിൽ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇയർഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ആ വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കളിക്കാൻ. അപ്പോൾ ഗെയിമേഴ്സിനും കൂടി ഒരു പറ്റിയൊരു മൊബൈൽ തന്നെയാണ് MI11 ലൈറ്റ്. അപ്പോൾ MI11 ലൈറ്റിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 999 ആണ്. ഏകദേശം ഇന്ത്യയുടെ 20,000 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ മോഡൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഏകദേശം പ്രൈസ് എനിക്ക് അറിയാനോ അല്ലെങ്കിൽ പറയാനോ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഖത്തറിൽ ഇറങ്ങിയ പ്രൈസ് പറഞ്ഞത്. അതുമല്ല ഇതിൻ്റെ 4Gയും 5G വേരിയൻറ്റും ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ. 5G ചിലപ്പം 25,000 ആ റേഞ്ച് ആയിരിക്കും. 4G മേ ബി 20,000 ആ റേഞ്ച് ആയിരിക്കും. എനിവേ നിലവിൽ ഇപ്പോൾ ഖത്തറിൽ 4G മൊബൈൽ മാത്രമാണ് അവൈലബിൾ. 5G മൊബൈൽ വന്നാൽ അതിൻ്റെയും റിവ്യൂ ഇൻഷാല്ലാ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ഈ MI11 ലൈറ്റിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോണാണ്. 6.8 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ്, വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ്, ഡിസ്പ്ലേ അതുപോലെ 90 Hz ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഒരു 20,000 റേഞ്ചിലുള്ളതിൽ ഏറ്റവും നല്ലൊരു ഫോണിൽ ഒന്ന് തന്നെയാണ് MI11 ലൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ MI11 ലൈറ്റിൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.